അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കലാരൂപമായ കളമെഴുത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് ലളിതകലാ അക്കാദമി നവംബർ 9-നാണ് കളമെഴുത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചത്. കേട്ടുകേൾവിയില്ലാത്ത നിരവധി കളങ്ങളും ഇതോടനുബന്ധിച്ച് അനുഷ്ഠാന കലാരൂപങ്ങളുമാണ് ഈ കളമെഴുത്തുത്സവത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. വടക്കൻ കേരളത്തിൽ നിലനിൽക്കുന്ന പല അനുഷ്ഠാന കലാരൂപങ്ങളും കളമെഴുത്തിന്റെ 2ാം ഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ കാണികൾക്കിത് പുതിയൊരു അനുഭവമായി. കളമെഴുത്തിന്റെ ഡോക്യുമെന്റ് ചെയ്യാൻ കൂടിയാണ് കളമെഴുത്ത് സംഘടിപ്പിച്ചതെന്ന് ലളിതകലാ അക്കാദമി സെക്രട്ടറി സത്യപാൽ ACVയോട് പറഞ്ഞു. പക്ഷേ ഈ കളങ്ങൾ ഇനിയും ഇങ്ങനെ സംഘടിപ്പിച്ചെടുക്കുക എന്നുള്ളത് ശ്രമകരമായൊരു പണിയാണ്. ആ ശ്രമം തുറന്നുകൊണ്ടിരിക്കും. അത് 3ാം ഘട്ടം കളമെഴുത്ത് ഇത്തരത്തിൽ നടക്കുമോ എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും സ്വാഭാവികമായിട്ടും ഈ കലയുടെ ചരിത്രം അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് കയറാൻ ചില ചവിട്ടുപടികൾ ഇപ്പോൾ സൃഷ്ടിച്ചതുപോലെ ഇതുപോലെ നമ്മൾ രേഖപ്പെടുത്തേണ്ട ഒന്നാണ് മുഖമെഴുത്ത്, അതുപോലെ മെയ്യെഴുത്ത്, മുഖം മൂടി നിർമ്മാണം, ചുവരെഴുത്ത്. ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അത്തരത്തിലുള്ള ശ്രമവും അക്കാദമി തുടരും. അത്തരത്തിലുള്ള ആഗ്രഹവുമുണ്ട്. സാഹചര്യം അനുകൂലമായി കിട്ടിയാൽ ഇതെല്ലാം നടത്തും. മലവാഴിക്കളത്തോടെ ആരംഭിച്ച കളമെഴുത്തുത്സവത്തിൽ ഭദ്രകാളിക്കളം, ഭുവനേശ്വരിക്കളം, കൈലാസനാഗക്കളം, പഞ്ചമൂർത്തിക്കളം, വീരഭദ്രനുക്കളം, വിഷ്ണുമായക്കളം, ഹനുമാൻ കളം, 64 പത്മത്തിലുള്ള മന്ത്രവാദിക്കളം, വേതാളക്കളം തുടങ്ങി 128 കളങ്ങളാണ് 400ഓളം കലാകാരന്മാർ രചിച്ചത്. അനന്തശയനക്കളം, നവനാഗക്കളം, അഷ്ടനാഗക്കളം, മണ്ണാറശാലയിലുള്ള നാഗരാജക്കളം, നാഗയക്ഷിക്കളം, അഷ്ടനാഗക്കെട്ട് തുടങ്ങി നാഗങ്ങളുടെ അപൂർവങ്ങളായ കളങ്ങളും കളമെഴുത്തിൽ ആസ്വാദനത്തിന്റെ പുതിയൊരു അനുഭവം പകർന്നു നൽകി. കളമെഴുത്തിനൊപ്പം അനുഷ്ഠാന കലാരൂപങ്ങളായ എരുചുടല തെയ്യം, യക്ഷൻ മന്ത്രമൂർത്തി തെയ്യം, പരവച്ചാമുണ്ടി തുടങ്ങിയ തെയ്യങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. കളമെഴുത്തുത്സവം ആസ്വദിക്കാൻ നിരവധി പേരാണ് ഭരത് മുരളി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ എത്തിയിരുന്നത്. നല്ല ദൃശ്യാനുഭവമാണ് കളമെഴുത്ത് പകർന്നു നൽകിയതെന്ന് പ്രേക്ഷകർ പറഞ്ഞു. വളരെ വിപുലമായിട്ടുള്ള തോതിൽ ഏകദേശം 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളോട് കൂടിയിട്ടാണ് നടത്തിയിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടുള്ള കേരള കലാരൂപത്തെ ഈ അക്കാദമി അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇത് പ്രാചീന കലാരൂപങ്ങൾക്കും കലാകാരന്മാർക്കും നൽകുന്ന ഒരു അംഗീകാരമാണ് എന്നാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. പഞ്ചവർണ്ണങ്ങളെ കൂടാതെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറേ നിറങ്ങളൊക്കെ ഉപയോഗിച്ചു. 2ാം ഘട്ടം ഇതിൻ്റെ കളത്തിനോട് അനുബന്ധമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതിൻ്റെ പെർഫോമൻസൊക്കെ നമുക്ക് കാണാൻ ഒരു അവസരം ഉണ്ടാക്കിയിരുന്നു. വിവിധ ശൈലികളിലുള്ള കളമെഴുത്തും ഈ കളമെഴുത്തുത്സവത്തിൽ അവതരിപ്പിച്ചിരുന്നു. 1.5 മാസം നീണ്ടുന്ന ലളിതകലാ അക്കാദമിയുടെ ഈ കളമെഴുത്തുത്സവം സാംസ്കാരിക നിലയ്ക്ക് പുതിയൊരു ദൃശ്യാനുഭവമാണ് പകർന്നു നൽകിയത്. അപൂർവങ്ങളായ നിരവധി കളങ്ങളാണ് ഈ കളമെഴുത്തുത്സവത്തിൽ അവതരിക്കപ്പെട്ടത്. ഇത്തരത്തിലുള്ള കളമെഴുത്തുത്സവം ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സാംസ്കാരിക നഗരി. ലളിതകലാ അക്കാദമിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സുബിൻ ACV.